ജേസൺ ചാമോളപ്പിലുണ്ട് വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ മന്ത്രി പറയുന്നത് ഈ അവ്യക്തതയില്ല എന്നാണ്. പക്ഷേ ആരെയാണ് വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത് എന്ന രൂക്ഷമായ ചോദ്യം കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. കൃത്യമായ കണക്കുകളെന്ന് കോടതിയെ ബോധിപ്പിക്കാനും സംസ്ഥാന സർക്കാരിനായിട്ടില്ല. അപ്പോൾ എന്താണ് ഇനി മുന്നോട്ട്? കോടതിയിൽ എന്ത് തരത്തിലുള്ള വിശദീകരണം നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്? അതിലൊരു വ്യക്തത മന്ത്രിയുടെ പ്രതികരണത്തിലുണ്ടോ ജേസൺ? സ്മൃതി, മന്ത്രി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തികളും സംസ്ഥാന സർക്കാരിൻ്റെ ആശയങ്ങളും യഥാർത്ഥ രീതിയിൽ കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടോ എന്ന സംശയമാണ് പ്രധാനമായും മന്ത്രി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇത് സംബന്ധിച്ച വസ്തുതകൾ നിരത്താൻ കോടതിയിൽ ഹാജരായ അഭിഭാഷകന് കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വിമർശനങ്ങളിലേക്ക് കടക്കാതെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ചിലവഴിക്കുക. അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ വയനാട് കഴിയില്ല. കാരണം അതിൽ നിന്നും ഔട്ട് ഓഫ് വേ ആയി, അതായത് മറ്റു രീതിയിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾക്കും അപ്പുറത്ത് ഒരുപാട് പണം ചിലവഴിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വിശദീകരണങ്ങളും അദ്ദേഹം നൽകുന്നു. പക്ഷേ അദ്ദേഹം കോടതി പ്രധാനമായി ഉന്നയിച്ച രണ്ട് വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. 677 കോടി രൂപ നാളെ ഒരു അത്യാവശ്യം വന്നാൽ എടുത്തുപയോഗിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകുന്നില്ല. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആളെ പറ്റിക്കുന്ന അടക്കമുള്ള ആരോപണങ്ങളിലും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകുന്നില്ല. ഇതെല്ലാം വ്യാഴാഴ്ച കോടതിയിൽ സമർപ്പിക്കുമെന്ന ഒറ്റ മറുപടിയാണ് അദ്ദേഹം ലഭിക്കുന്ന തുക അപര്യാപ്തമാണെന്നതടക്കം കോടതിയെ ബോധിപ്പിക്കാൻ സംസ്ഥാനത്തിനാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.